സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിക്ക്. ഖുർആനെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ വലിയ അത്ഭുതം. എത്ര കൊല്ലം കൊണ്ടാ ഖുർആൻ ഇറങ്ങിയത്? ഇഖ്റ ഇറങ്ങി, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഇറങ്ങി. പിന്നെ അങ്ങനെ സാഹചര്യത്തിന്റെയും സന്ദർഭത്തിന്റെയും തേട്ടമനുസരിച്ച് ഏറ്റവും അവസാനം സൂറത്തുൽ ബഖറയിലെ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലിമൂൻ എന്ന സൂറത്തുൽ ബഖറയിലെ 281 ആയത്തോടുകൂടി അവസാനിച്ചു. അതിനിടയിൽ എത്ര കൊല്ലെടുത്തു? എത്ര? 40-ാമത്തെ വയസ്സിലല്ലേ നുബുവത്ത് കിട്ടിയത്, 63-ാമത്തെ വയസ്സിലല്ലേ വഫാത്തായത്, 23 കൊല്ലം കൊണ്ട്. എന്നാൽ ആ ഖുർആനിൽ അല്ലാഹുവേ അത്ഭുതങ്ങളാണ് പലതും. ഒരു ഉദാഹരണം, ഹയാത്ത് എന്ന് പറഞ്ഞ അർത്ഥം, ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന അർത്ഥം. അത് 145 തവണ ഖുർആനിലുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? മരണം. അതും എത്ര തവണ? 145 തവണ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ഉറങ്ങി കേൾക്കേണ്ടതല്ലത്. ഹയാത്ത് എന്ന പദം ഖുർആനിൽ 145 തവണയാണ്. മൗത്ത് എന്ന പദവും 145 തവണ. റിജാൽ, റജുല്, റിജാൽ എന്ന് പറഞ്ഞ അർത്ഥം പുരുഷന്മാർ. പുരുഷന്മാരെന്നത് റിജാൽ എന്ന പദം 24 തവണയാണ് ഖുർആനിലുള്ളത്. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? നിസാ, സ്ത്രീ. അതും എത്രയാണ്? അതും 25 തവണയാണ് നിസാ എന്ന പദം വിശുദ്ധ ഖുർആനിലുള്ളത്. അയ്യാം, അയ്യാം എന്ന് പറഞ്ഞ അർത്ഥം ദിവസങ്ങൾ എന്നാണ് അർത്ഥം. അയ്യാം, കൊല്ലത്തിൽ എത്ര ദിവസമുണ്ട്? 365 ദിവസം. 365 തവണയാണ് അയ്യാം എന്ന പദം വിശുദ്ധ ഖുർആനിൽ. എത്ര മാസമുണ്ട് കൊല്ലത്തിൽ? എത്ര മാസം? 12 മാസം. ഷഹർ എന്നാണ് മാസത്തിന് അറബിയിൽ പറയുന്നത്. 12 തവണയാണ് ഷഹർ എന്ന പദം വിശുദ്ധ ഖുർആനിൽ. ഖമർ, ചന്ദ്രൻ, ചന്ദ്രനെ ബേസ് ചെയ്തിട്ടാണല്ലോ മാസം തീരുമാനിക്കുന്നത്. ഖമർ എന്ന പദം എത്ര തവണയുണ്ട് ഖുർആനിൽ? 12 തവണ. ഖമർ എന്ന പദം 12 തവണയാണ്. യൗമ്, യൗമ് എന്ന് പറഞ്ഞ ദിവസം. സാധാരണഗതിയിൽ ഒരു മാസത്തിൽ 30 ദിവസമാണ്. വിശുദ്ധ ഖുർആനിൽ 30 തവണയാണ് യൗമ് എന്ന പദമുള്ളത്. ഇത് ജല്ല ജലാലായ റബ്ബിന്റെ കലാമാണ്. ഈമാൻ, ഈമാൻ എന്ന പദം 25 തവണയാണ്. ഈമാന്റെ ഓപ്പോസിറ്റ് ആണ്, എതിരാണ് കുഫർ. കുഫറും എത്ര തവണ? 25 തവണ. കുഫറും 25 തവണയാണ്. ദുനിയാവ് 115 തവണ. ആഖിറവും, ദുനിയാവ് എന്ന പദം വിശുദ്ധ ഖുർആനിൽ 115 തവണയാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആഖിറം. അതും എത്ര തവണ? അതും 115 തവണയാണ്. ഹസനാത്ത്, ഹസനാത്തുകൾ എന്നാൽ നന്മകൾ എന്നാണ് അർത്ഥം. ആ നന്മകൾ, ഹസനാത്ത് എന്ന പദം 167 തവണയാണ്. അതിന്റെ നേരെ എതിരാണ് സയ്യിആത്ത്. അതും നിങ്ങൾ പറയും, ഇത് അള്ളാന്റെ വചനല്ലേ, ഇത് അള്ളാന്റെ കലാമല്ലേ? ഹസനാത്ത് 167 തവണ, സയ്യിആത്തും 167 തവണ. എത്ര ആകാശങ്ങളുണ്ട്? 7 ആകാശം. സമാവാത്ത്, ആകാശങ്ങൾ. ആ സമാവാത്ത് എന്ന പദവും ഖുർആനിൽ 7 തവണയാണ്. സുബ്ഹാനല്ലാഹ്. അൽ മലായിക, മലക്കുകൾ എന്ന പദം 88 തവണയാണ്. ആ മലക്കുകളോട് തെറ്റിപ്പോയവനാണ് ശൈത്വാൻ. ശൈത്താൻ എന്ന പദവും 88 തവണ. ഇങ്ങനെ പരിശോധിച്ചാൽ സഹോദരാ, സഹോദരി, ഇഖാബ്, ഇഖാബ് എന്ന ശിക്ഷ എന്നർത്ഥം. അത് ഖുർആനിൽ 117 തവണയാണ്. ഇഖാബ്, ശിക്ഷ. ഇനി അതിന്റെ എതിർ പരസ്യമായത് 16 തവണ. പരസ്യമായത് 16 തവണ. കിസ്മാൻ, രഹസ്യമാക്കി വെച്ചത്, ഒളിപ്പിച്ചു വെച്ചത്, അതും 16 തവണ. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഇതൊക്കെ ആകസ്മികമായി വന്നതെന്ന് പറയാൻ പറ്റുമോ? 23 കൊല്ലം കൊണ്ട്. ലക്കൽഹംദു യാ റബ്ബി യാ അല്ലാഹ്. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. അലിഫ് ലാം റാ തിൽക ആയാതുൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യാ. ഈ ഖുർആൻ അറബി ഭാഷയിലാണ് നാം ഇറക്കിയത്. ലഅല്ലകും തഖിലൂൻ, ചിന്തിക്കാൻ വേണ്ടി. ഒരു ഭാഷ എന്ന നിലയിൽ എല്ലാം ഒത്തുവന്ന ഭാഷ അറബിയാണ്. അത് വിശദമായി പറയുന്നു, വലിയ പ്രാധാന്യമൊന്നും ഇല്ല. ഹബീബ് പറയുന്നത് അഹിബ്ബുൽ അറബ ലിസലാസ്. അറബികളോട് നിങ്ങൾക്ക് സ്നേഹം വേണം 3 കാരണത്താൽ. അറബി ഭാഷയെ നിങ്ങൾ ഇഷ്ടപ്പെടണം 3 കാരണത്താൽ. ലിഅന്നി അറബിയുൻ, ഞാൻ അറബിയല്ലേ,
ഞാനൊരു അറബിയാണ്. ലുഗത്തുൽ ഖുർആനി അറബിയുൻ, പരിശുദ്ധ ഖുർആന്റെ ഭാഷ അറബിയാണ്. വലുഗത്തു അഹ്ലിൽ ജന്നത്തി അറബിയുൻ, സ്വർഗ്ഗക്കാരുടെ ഭാഷ അറബിയാണ്. അല്ലാഹുവേ അടുത്താനും അറബിയിൽ സംസാരിക്കാനും തൗഫീഖ് തരട്ടെ.